മുല്ലപ്പെരിയാർ പൊട്ടും. അതിനൊരു തർക്കവും വേണ്ട. വരാൻ പോകുന്ന ദുരന്തത്തെപ്പറ്റി സംസാരിക്കാൻ ഒരാളെങ്കിലും വേണ്ടടേ. എന്റെ പോരാട്ടം അതിനു വേണ്ടിയാണ്. യാഥാർത്ഥ്യ ബോധത്തോടെയും പ്രായോഗികതയോടെയാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഭീതി പരത്തുകയല്ല വേണ്ടത്. ഒന്നാതേ ഭയപ്പെട്ടിരിക്കുന്ന ഒരു ജനതയാണ്. അവർക്ക് കുറച്ച് മനസ്സമാധാനം കൊടുക്കു പിള്ളേ. മുല്ലപ്പെരിയാർ ഡാം തകർന്നാൽ ഇടുക്കി ഡാമിനെയും തകർത്ത് ലോവർ പെരിയാറും ഭൂതത്താൻകെട്ടും തകർത്ത് 120 TMC വെള്ളം വന്ന് അറബിക്കടലിൽ പതിച്ച് നമ്മളെല്ലാം അങ്ങ് ഒഴുകിപ്പോകും. അതുമാത്രമല്ല, ഇവിടുത്തെ ഓയിൽ കമ്പനികൾ, അവിടുന്ന് വരുന്ന ക്രൂഡ് ഓയിൽ അതങ്ങ് അറബിക്കടലിൽ ചെന്ന് ശ്രീലങ്ക മുതൽ ഗൾഫ് രാജ്യങ്ങൾ വരെ നിന്ന് കത്തും. നേവൽ കമാൻഡ് തകരുന്നതോടെ ചൈന ഒരു വാർ തന്നെ ഡിക്ലെയർ ചെയ്യും. പിന്നെ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കും? എന്ത് വിഡൽസാണ് ബാബുട്ടാ ഇത്? ഗൾഫ് രാജ്യം വരെ കത്തിക്കാനുള്ള ക്രൂഡ് ഓയിലോ? നിങ്ങൾ എന്തെന്നൊക്കെയാ ഈ പറയുന്നേ? ഡാം ബ്രേക്ക് അനാലിസിസ് എന്ന് പറഞ്ഞിട്ടൊരു ശാസ്ത്ര ശാഖ തന്നെയുണ്ട്, കേട്ടോണ്ടോ? മുല്ലപ്പെരിയാർ പൊട്ടിയ എവിടൊക്കെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ള റിപ്പോർട്ട് തന്നെ ഉണ്ട്. പബ്ലിക് ഡൊമൈനിൽ ഇതൊക്കെ അവൈലബിളും ആണ്. ഇതൊക്കെ ഇമാജിൻ ചെയ്ത് പറയേണ്ട സംഗതി അല്ല കേട്ടോ. പിന്നെ ചൈന എന്തിനാ വാർ ഡിക്ലെയർ ചെയ്യുന്നേ? ചുമ്മാ ആയിരിക്കും ഇയാൾക്ക് എന്തെന്നൊക്കെ അങ്ങ് തോന്നുക. ഒന്നും വേണ്ട, നിങ്ങൾ ആ ഗൂഗിൾ മാപ്പ് എടുത്ത് പരിശോധിച്ച് നോക്കാൻ മനസ്സിലാവും. മുല്ലപ്പെരിയാർ വളഞ്ഞൊടിഞ്ഞു നിൽക്കുകയാണ്. അത് അവിടുത്തെ എഞ്ചിനീയർ വരെ സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ്. വിവരക്കേട് പറയാതെ സ്ത്രീയെ, ഗൂഗിൾ മാപ്പിനൊക്കെ എന്ത് ആധികാരികതയുള്ളത്? ഡാമിന്റെ വളവോ ഡീഫോമിറ്റിയോ ഒക്കെ അളക്കേണ്ടത് ഗൂഗിൾ മാപ്പ് നോക്കിയല്ല. ശാസ്ത്രീയമായിട്ട് വിവരം ലഭിക്കുന്ന ഒരു സംവിധാനം അല്ല ഗൂഗിൾ മാപ്പ്. അതിൽ കാണുന്ന വളവുണ്ടെങ്കിൽ ഡാം നിലനിൽക്കില്ല. സുപ്രീം കോടതി പറയുന്നത് മെയിൻ്റെനൻസ് എല്ലാം കഴിഞ്ഞ് ഇതൊരു പുതിയ ഡാം ആയെന്നാണ്. അതെങ്ങനെയാണ്? ഡാമുകൾ റിപ്പയർ ചെയ്യാൻ പറ്റില്ല. വെള്ളത്തിൽ നിൽക്കുന്ന കൺസ്ട്രക്ഷൻസ് എങ്ങനെയാണ് റിപ്പയർ ചെയ്യുന്നത്? പിന്നെ പറയുന്നത് കേബിൾ ആങ്കറിങ് ചെയ്തുവെന്ന്. ഇതൊന്നും ഒരു ഫ്ലോലെസ് റിപ്പയർ അല്ല. വിഡ്ഢിത്തം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഡാം റിപ്പയർ ചെയ്യാൻ പറ്റില്ലേ? എന്ത് വിട്ടിത്തോയി പറയുന്നത്? വെള്ളത്തിൽ നിൽക്കുന്ന കൺസ്ട്രക്ഷൻസ് റിപ്പയർ ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ആരാ പറഞ്ഞത്? 9 അടി അകലത്തിൽ 95ഓളം കേബിൾ ആങ്കറിങ് ഇവിടെ നടത്തിയിട്ടുണ്ട്. അതിന്റെ സാമ്പിൾ ഡാമിൽ തന്നെയുണ്ട്. ഡാമിന്റെ മുന്നിലായി കോൺക്രീറ്റ് പാളി നിർമ്മിച്ച് ഡാമിന്റെ ഭാരവും കൂട്ടിയിട്ടുണ്ട്. സ്ട്രെങ്തനിങ് ചെയ്തതിനു ശേഷമാണ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ സുപ്രീം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതും സുപ്രീം കോടതി അതൊരു പുതിയ ഡാമായി അംഗീകരിച്ചതും. ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി കണ്ടെത്തിയത് ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ചെയ്യേണ്ട 9 ഡാമുകളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ എന്ന് UN-ന്റെ അക്കാഡമിക് വിങ് തയ്യാറാക്കിയ റിപ്പോർട്ടിലും ഇത് തന്നെ പറയുന്നു. ഇന്ത്യയിലെ ഡാംസിന്റെ സേഫ്റ്റി പറയാനും പൊളിക്കാനും വേറൊരു രാജ്യത്തെ ഏജൻസിക്ക് അധികാരമില്ല. ഏഷ്യൻ ഡാം സേഫ്റ്റി അതോറിറ്റി എന്ന് പറയുന്ന ഒരു സംഘടന നിലനിൽക്കുന്നില്ല. യുണൈറ്റഡ് നേഷൻസിന്റെ അക്കാഡമിക് വിങ് ഇത് എക്സാമിൻ ചെയ്തിട്ടുമില്ല. 50 വർഷം മാത്രം കാലാവധിയുള്ള ഡാം ഇപ്പോൾ 128 വർഷത്തിലേക്ക് എത്തി നിൽക്കുന്നു. 110 അടിക്ക് താഴെ ഇത് പൊള്ളയാണ്. എത്രയും വേഗം ഇത് ഡീകമ്മീഷൻ ചെയ്യണം. മുല്ലപ്പെരിയാർ ഡാം പൊളിക്കണം, അല്ലെങ്കിൽ പുതിയത് പണിയണം. ഡാം ഡീകമ്മീഷൻ ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ട നമ്മളല്ല. കേരളം, തമിഴ്നാട് 2 സ്റ്റേറ്റിനും വിശ്വാസമുള്ള ഒരു ഏജൻസിയുടെ റിപ്പോർട്ട് വേണം. ഡാം സേഫ്റ്റി ഓഡിറ്റിംഗ് നടത്തണം എന്ന് നമുക്ക് ആവശ്യപ്പെടാം. അല്ലാതെ പൊളിച്ചു കളഞ്ഞ് പുതിയത് പണിയാൻ പറയാൻ നമുക്ക് അധികാരമില്ല. പുതിയ ഡാം എന്നത് ഒരു ഫൈനൽ സൊല്യൂഷൻ മാത്രമാണ്. നല്ലൊരു ചീഫ് ജസ്റ്റിസിനെ കിട്ടിയിട്ടുണ്ട്. 3.5 കോടി ജനങ്ങളുടെ പ്രതീക്ഷയും പേറി ഞാൻ അദ്ദേഹത്തെ കാണാൻ പുറപ്പെടുകയാണ്. സേവ് മുല്ലപ്പെരിയാർ. പോകുന്നേക്കെ കൊള്ളാം. തമിഴ്നാടിന് വെള്ളം വേണം, നമുക്ക് മനസ്സമാധാനം. വെറുതെ പണിയാക്കരുത്.